യക്ഷി എന്ന് പറയുന്നത് മാതൃസ്വരൂപിണികളും ഐശ്വര്യത്തിനെ തരുന്നവരുമായ ദേവതാസങ്കല്പങ്ങളാണ്. മോഹിനിയാട്ടത്തിൻ്റെ ആദ്യത്തെ രൂപം യക്ഷിയാട്ടം എന്ന് ഒരു പേരുണ്ടായിരുന്നു. കേരളത്തിലെ പ്രധാനപ്പെട്ട യക്ഷികളുടെ തട്ടകം കൂടെയാണ് ഈ കായംകുളം. നമ്മുടെ പൂരങ്ങളുടെ പൂരം ആയിട്ടുള്ളത് വാസ്തവത്തിൽ തൃശ്ശൂർ പൂരം അല്ല, ആറാട്ടുപുഴ പൂരമാണ്. കണ്ടിയൂരെ ദേവദാസികൾ എന്നൊക്കെ പിന്നീട് വിളിക്കുന്ന കണ്ടിയൂരെ തേവിടിച്ചിമാർ അത്യാദരവോടുകൂടി പറഞ്ഞിരുന്ന ഒരു ബഹുമതിയാണ് ഈ വാക്ക്. അശ്ലീലവും ആഭാസകരവുമായ ചേഷ്ടകളിലൂടെ മാറ്റിയെടുത്തത് അനന്തപുരി നീചൻ എന്നറിയപ്പെടുന്ന ഒരു രാജാവിൻ്റെ കാലത്താണ്. ആ അനന്തപുരി നീചൻ എന്നറിയപ്പെടുന്ന രാജാവ് മറ്റാരുമല്ല, സ്വാതി തിരുനാളാണ്. കീർത്തി ഗുരുക്കൾ നമസ്തേ, നമ്മുടെ പുണ്യത്തിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താ പറയുക, ഇന്ന് ഞാനിങ്ങനെ വരുന്നതിന് മുമ്പ് സാറിനെ പറ്റി ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞ, അതായത് എനിക്കുമായിട്ട് കുറച്ചുകൂടെ കണക്ട് ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ കുറേയധികം കലാകാരന്മാർ, എടുത്തു പറയാനാണെങ്കിൽ നർത്തകിമാർ, അതിൽ കലാമണ്ഡലത്തിലെ കുറേ പ്രതിഭകളുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള കുറേ ആൾക്കാരെ ചികിത്സിച്ച് ഭേദമാക്കി അവരുടെ രണ്ടാം അരങ്ങേറ്റം നടത്തിയിട്ടുള്ള ഒരാളാണ്, അവരെ ചികിത്സിച്ച ആളാണ് എന്നൊക്കെ അറിയാനായിട്ട് സാധിച്ചു. അപ്പോൾ ആ വഴി ഇപ്പോൾ നമ്മൾ മുമ്പ് സംസാരിച്ചപ്പോഴാണെങ്കിലും കുറേ കഥകൾ, സാറിൻ്റെ കയ്യിൽ കുറേ കഥകളുണ്ട് ആക്ച്വലി. അപ്പോൾ ഈ മോഹിനിയാട്ടത്തിൻ്റെ, ഇപ്പോൾ ഇതിൽ കൂടുതലും ഇപ്പോൾ കലാമണ്ഡലം രാധികാമ്മ എന്നൊക്കെ പറയുന്ന മോഹിനിയാട്ടത്തിൻ്റെയൊക്കെ ഒരു എന്താ പറയുക, ഒരു ക്യൂനാണ് അല്ലേ. അപ്പോൾ ആ തരത്തിൽ മോഹിനിയാട്ടത്തിൻ്റെ ഒരു കഥയെപ്പറ്റി, ഒപ്പം അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് തെക്കൻ കേരളത്തിലെ അമ്മമാരുടെ കഥയും കൂടെ ഒന്നറിയണം. മോഹിനിയാട്ടം യഥാർത്ഥത്തിൽ ഒരു ക്ലാസിക്കൽ കലയാണെങ്കിലും അതിൻ്റെ പുറകിൽ ചരിത്രം, യുദ്ധം, സംഘർഷം, പ്രണയം, ചതി, ഇതൊക്കെ ഈ കഥയുടെ പുറകിലുണ്ട്. നമ്മൾ നമ്മുടെ ഭാരതീയമായ അറിവുകളിൽ പലതും അതിൻ്റെ ഉത്ഭവം എവിടെയാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. ഇല്ല, ശരിയാണ്. മോഹിനിയാട്ടം എവിടെയാണ് ഉത്ഭവിച്ചത്? മോഹിനിയാട്ടം ഉത്ഭവിച്ചത് വേമ്പുലി നാട്ടിലാണ്. വേമ്പുലി നാട് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അഷ്ടമുടി കായലിനും വേമ്പനാട്ട് കായലിൻ്റെ ഇടയിൽ കിടക്കുന്ന കോട്ടയം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, ഈ 4 ജില്ലകൾ, കിഴക്ക് സഹ്യപർവ്വതം മുതൽ പടിഞ്ഞാറ് അറബിക്കടൽ വരെ നീണ്ടു കിടക്കുന്ന ഒരു പ്രദേശമുണ്ട്. അതിനെ കായംകുളം രാജ്യമെന്നും സ്രാമ്പിക്കൽ രാജവംശമെന്നും ഓടനാടെന്നും തെക്കുംകൂർ, വടക്കുംകൂർ, ഇങ്ങനെ പല നൂറ്റാണ്ടുകളിലൂടെ രാഷ്ട്രീയ വ്യവസ്ഥകളിലൂടെ കടന്നുപോയി പല പേരുകളിൽ അറിയപ്പെട്ട ഒരു നാട്ടിലാണ് നമ്മുടെ മോഹിനിയാട്ടം തുടക്കം. ഈ മോഹിനിയാട്ടത്തിൻ്റെ കഥയിൽ നമ്മുടെ തെക്കൻ കേരളത്തിലെ അമ്മ ദൈവങ്ങളും യക്ഷികളും ഒക്കെ ഇതിനകത്ത് കഥാപാത്രങ്ങളാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ അജ്ഞാതമായ ചില കാലഘട്ടങ്ങളുണ്ട്. അത് ചിലർ അതിനെ മനഃപൂർവ്വം അജ്ഞാതമാക്കിയതാണ്. 1-ാം നൂറ്റാണ്ട് മുതൽ 5-ാം നൂറ്റാണ്ട് വരെയുള്ള കാലം കാലഭദ്രർ ഭരിച്ചിരുന്നു എന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ്. അതിനെക്കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല. വാസ്തവത്തിൽ ഈ കാലഘട്ടത്തിലാണ് മോഹിനിയാട്ടത്തിൻ്റെ ആദ്യ രൂപം പിറക്കുന്നത്. മോഹിനിയാട്ടത്തിൻ്റെ ആദ്യത്തെ രൂപം യക്ഷിയാട്ടം എന്ന് ഒരു പേരുണ്ടായിരുന്നു. ഈ യക്ഷി എന്ന് പറയുന്നത് ഘോരരൂപികളും പിശാചുമൊക്കെയായിട്ട് ചിത്രീകരിച്ച്, പക്ഷേ യക്ഷി എന്ന് പറയുന്നത് മാതൃസ്വരൂപിണികളും ഐശ്വര്യത്തിനെ തരുന്നവരുമായ ദേവതാസങ്കല്പങ്ങളാണ്. ഇതൊക്കെ ഈ ചരിത്രവും കഥയുമായിട്ട്, കായംകുളത്തിൻ്റെ കഥയുമായിട്ട് ബന്ധമുണ്ട്. കേരളത്തിലെ പ്രധാനപ്പെട്ട യക്ഷികളുടെ തട്ടകം കൂടെയാണ് ഈ കായംകുളം. ഈ കായംകുളത്ത് എന്ന് പറയുന്ന സ്ഥലത്ത്, വേമ്പുലി നാട്ടിൽ ആദ്യകാലത്ത് അതൊരു സാംസ്കാരിക ഭൂമിയാണ്. നമ്മൾ ഇന്നും കേരള സംസ്കാരത്തിൻ്റെ പല പ്രതീകങ്ങളും, ഇപ്പോൾ ചുണ്ടൻവള്ളം മുതൽ നിരവധി പ്രതീകങ്ങൾ ആ പ്രദേശത്തു നിന്നാണ് രൂപപ്പെട്ടു വന്നിരിക്കുന്നത്. അവിടെയാണ് ആദ്യ കാലഘട്ടത്തിൽ കൂത്ത്, കൂടിയാട്ടം തുടങ്ങിയവയുടെ പിറവി. ഈ കൂത്തും കൂടിയാട്ടവും, അപ്പോൾ പലരുടെയും സംശയം തൃശ്ശൂരാണ്, ഇരിങ്ങാലക്കുടയാണ്. ഇരിങ്ങാലക്കുട ഇതിൽ സംരക്ഷിക്കപ്പെട്ടതാണ്. കാരണം ഈ ഇരിങ്ങാലക്കുട എന്ന് പറയുന്നത്
കായംകുളം രാജാവിൻ്റെ നിയന്ത്രണത്തിലുള്ള സ്ഥലമായിരുന്നു. സ്ഥലം. പ്രത്യേകിച്ചും കൂടൽമാണിക്യം. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ മാണിക്യം കായംകുളം രാജാവിൻ്റെതാണ്. ഓ കായംകുളം രാജാവിൻ്റെ മാണിക്യം അവിടെ കൊണ്ടുവന്ന് ഒന്ന് വെച്ച് നോക്കിയപ്പോൾ അത് വിഗ്രഹവുമായിട്ട് ലയിച്ചെന്ന കഥ. തച്ചുടൈ കൈമളം എന്ന് പറയുന്ന കായംകുളം രാജാവിൻ്റെ പ്രതിനിധിയാണ് ആറാട്ടുപുഴ ഉൾപ്പെടുന്ന ഈ ഇരിങ്ങാലക്കുട ദേശം ഭരിച്ചിരുന്നത്. ഇത് പലരും മറന്നുപോകുന്ന ഒരു കാര്യമാണ്. നമ്മുടെ പൂരങ്ങളുടെ പൂരം ആയിട്ടുള്ളത് വാസ്തവത്തിൽ തൃശ്ശൂർ പൂരം അല്ല, ആറാട്ടുപുഴ പൂരമാണ്. ഈ ആറാട്ടുപുഴ പൂരം എന്ന് പറയുന്നത് വെറും ഒരു ഉത്സവമല്ല, അത് ഈ കായംകുളം രാജാക്കന്മാർ ചിട്ടപ്പെടുത്തിയതാണ്. ഇതിനോട് എതിരഭിപ്രായമുള്ളവരൊക്കെ ഉണ്ടാകും. പക്ഷേ ഈ അവിടെയുള്ള എല്ലാ ദേവതമാരുടെയും സംഗമം ഒരു സ്ഥലത്ത് ശാസ്താവെന്ന് പറയുന്ന ഗുരുവിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന ഒരു അതുല്യമായ ഒരു ആധ്യാത്മിക സമ്മേളനമായിരുന്നു ഈ പൂരം, ആറാട്ടുപുഴ പൂരം. ഈ മണ്ണിലാണ് ഇത് പ്രിസർവ് ചെയ്തിരിക്കുന്നത്, ഈ കൂത്ത്, കൂടിയാട്ടം തുടങ്ങിയവയുടെ. പക്ഷേ ഇത് ഉത്ഭവിച്ചു വന്നിരിക്കുന്നത് നമ്മുടെ ഇന്നത്തെ ആലപ്പുഴ, കായംകുളം ആ പ്രദേശത്ത് നിന്നാണ്. കണ്ടിയൂർ എന്ന് പറയുന്ന മഹാക്ഷേത്രത്തിലാണ് ഇതിൻ്റെ തുടക്കം ഉണ്ടാകുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങൾ, ഏറ്റവും കൂടുതൽ ശ്രീകോവിൽ ഒരു സ്ഥലത്തുള്ള ഈ കണ്ടിയൂർ എന്ന് പറയുന്നത് ഒരു സാധാരണ ക്ഷേത്രമേ അല്ല. അതായത് നമുക്കിന്ന് റോമൻ വർഷമാണ് നമ്മൾ പിന്തുടരുന്നത്, പിന്നെ കൊല്ലവർഷമുണ്ട്. അപ്പോൾ 2026 നിന്ന് 816 കുറച്ചാൽ കൊല്ലവർഷം കിട്ടും. ഈ കൊല്ലവർഷം ഉണ്ടാകുന്നതിന് മുമ്പ് കണ്ടിയൂരബ്ദം എന്നൊരു കാലഗണന ഉണ്ടായിരുന്നു. കണ്ടിയൂരബ്ദം, ഈ കണ്ടിയൂരബ്ദത്തിൻ്റെ കാലഗണനയുടെ കേന്ദ്രം, അതായത് ഒരു കാലഗണനയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നിസ്സാരമായിട്ട് പറ്റത്തില്ല. നമുക്ക് സ്വന്തമായിട്ടൊരു വർഷം, കലണ്ടർ, പഞ്ചാംഗമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു സാംസ്കാരിക ഭൂമിയായിരുന്ന കണ്ടിയൂർ ക്ഷേത്രത്തിൽ നിന്നാണ് കണ്ടിയൂരെ ദേവദാസികൾ എന്നൊക്കെ പിന്നീട് വിളിക്കുന്ന കണ്ടിയൂരെ തേവിടിച്ചിമാർ. ഈ തേവിടിച്ചി എന്നൊക്കെയുള്ള വാക്ക് നമ്മൾ പത്മശ്രീ എന്നോ പത്മവിഭൂഷൺ എന്നൊക്കെ പറയുന്ന അത്യാദരവോടുകൂടി പറഞ്ഞിരുന്ന ഒരു ബഹുമതിയാണ് ഇത്, ഈ വാക്ക്. അതിനെ ഇന്നൊരു തികച്ചും അസഭ്യവാക്കായിട്ട് മാറി. ഈ കണ്ടിയൂർ ക്ഷേത്രം ഇപ്പോൾ ഉണ്ണിയാടിച്ചരിതം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ നശിപ്പിച്ചു കളഞ്ഞ ചരിത്രങ്ങളാണിത്. പക്ഷേ അല്പാൽപ്പം ബാക്കി നിന്നിട്ട് നമുക്ക് ഇന്ന് അതിനെക്കുറിച്ച് പഠിക്കാനും പല റെഫറൻസുകളും ഇക്കാര്യത്തിലുണ്ട്. കണ്ടിയൂർ ക്ഷേത്രത്തിൽ നിന്നാണ് ഈ മോഹിനിയാട്ടം അതിൻ്റെ ആദിമ രൂപമായ കൂത്തും കൂടിയാട്ടം, ഈ കൂത്തും കൂടിയാട്ടത്തിൽ നിന്നാണ് ബാക്കിയൊക്കെ ജനിക്കുന്നത്. ഈ കൂത്തും കൂടിയാട്ടത്തിൻ്റെയും മകളായിട്ട് വേണമെങ്കിൽ പറയാം യക്ഷിയാട്ടം അഥവാ അഷ്ടപതിയാട്ടം. ഈ അഷ്ടപതിയാട്ടത്തിന് കാരണം രാവണൻ്റെ വിജയമാണ് ഈ അഷ്ടപതിയാട്ടത്തിലൂടെ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. രാവണ വിജയം, അത് അങ്ങനെ ആട്ടക്കഥകളുണ്ട്. രാവണ വിജയം ആട്ടക്കഥയുണ്ട്. അപ്പോൾ ഈ 8 ദിവസം കൊണ്ട് ഉള്ള ഈ രാമായണത്തിനെ വർണ്ണിക്കുന്നതായിരുന്നു ആദ്യകാലത്തെ ഈ അഷ്ടപതിയാട്ടത്തിൻ്റെ കഥകൾ. ഇപ്പോൾ പ്രൊഫസർ അമ്പലപ്പുഴ ഗോപകുമാർ സാർ ഒക്കെ ഇതിനെക്കുറിച്ച് പലയിടത്തും പറയുകയും എഴുതുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ അഷ്ടപതിയാട്ടം നമ്മുടെ അവസാനമായിട്ട് അഷ്ടപതിയാട്ടം നടന്നത് നമ്മുടെ എറണാകുളത്ത് എളമക്കര പുന്നേക്കൽ ക്ഷേത്രത്തിലാണ്. ഈ അഷ്ടപതിയാട്ടം അത് ആ നാടിൻ്റെ സാംസ്കാരിക പൈതൃകത്തിനെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു കലയായിരുന്നു. ഇത് ഏകദേശം 5-ാം നൂറ്റാണ്ടിൽ രൂപപ്പെട്ട് 14-ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴേക്കും ഇത് പൂർണ്ണ വികാസം പ്രാപിച്ചു. ഈ ഉണ്ണിയാടിച്ചരിതം, ദാമോദര ചാക്യാരുടെ ഉണ്ണിയാടിച്ചരിതം എന്ന് പറഞ്ഞിട്ട് അത് അപൂർണമാണ്. അത് പറയുന്നത് 14-ാം നൂറ്റാണ്ടിൽ രചിച്ചതാണെന്നാണ്. പക്ഷേ അത് 14-ാം നൂറ്റാണ്ടിൽ രചിച്ചതല്ല, അത് അതിന് വളരെ കാലത്തിന് മുമ്പേ രചിക്കപ്പെട്ടതാണ്. അല്ലെങ്കിൽ അതിന് വളരെ മുമ്പ് നടന്ന ഒരു സംഭവത്തിനെ ആസ്പദമാക്കിയിട്ടാണ് അതിനകത്ത് പറയുന്നത്. പ്രവിഷ്ട് എന്നു പേരുള്ള ഒരു ഗന്ധർവ കന്യക ശാപം മൂലം ചെറുകര കുട്ടത്തി എന്ന് പറയുന്ന കായംകുളം രാജാവിൻ്റെ മകളായിട്ട്
ജനിച്ചു. ചെറുകരക്കുട്ടത്തി എന്ന് പറയുന്ന സ്ത്രീയിൽ കായംകുളം രാജാവിൻ്റെ മകളായിട്ട് ജനിച്ചു. ജനിച്ചു. അപ്പോൾ ഈ ചെറുകര എന്ന് പറയുന്ന സ്ഥലമൊക്കെ അവിടെ ഉണ്ട്. ആ ജനിച്ച ആ കുട്ടിയാണ് ചന്ദ്രൻ അനുരക്തനായി. ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രദേവൻ അനുരക്തനായെന്നും അങ്ങനെയാണ് പിന്നീട് ഈ കായംകുളം രാജവംശത്തിൻ്റെ ഒരു പരമ്പരയ്ക്ക്, അതായത് 3 പ്രധാനപ്പെട്ട കോവിലകങ്ങളിലെ ഏതെങ്കിലും ഒരു പുരുഷനായിരിക്കും ഈ വേമ്പുലി നാട്ടിൻ്റെ ഭരണം നടക്കുന്നത്. അത്തരത്തിലുള്ള ഒരു കുടുംബം രൂപപ്പെട്ടത് ചെറുകരക്കുട്ടത്തിക്കും ഇരവിവർമ്മൻ എന്ന് പറയുന്ന കായംകുളത്തെ രാജാവിനും ജനിച്ച ഒരു മകളിൽ നിന്നാണ്. അതാണ് ഉണ്ണിയാടി. ഈ ഉണ്ണിയാടിയാണ് ഈ അഷ്ടപതിയാട്ടത്തിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ പരിഷ്കരിച്ച് അതിൻ്റെ ഏറ്റവും ഔന്നത്യത്തിൽ കൊണ്ടെത്തിച്ചത്. അപ്പോൾ 14-ാം നൂറ്റാണ്ട്, 15-ാം നൂറ്റാണ്ട്, 16-ാം നൂറ്റാണ്ടിലൊക്കെ ഈ കല അതിൻ്റെ എല്ലാ ഭംഗിയോടും കൂടി നിലനിന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കായംകുളത്തെ ശ്രീചക്രം മോഷണം പോകുന്നത്. ഈ കായംകുളത്തെ ശ്രീചക്രം മോഷ്ടിക്കുന്നത് തിരുവിതാംകൂറിലെ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ നേതൃത്വത്തിലാണ്. ഈ വേണാട് എന്ന് പറയുന്ന ആ ഒരു ചെറിയ രാജ്യം അന്നത്തെ പ്രാദേശികമായിട്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങളുടെ ഫലമായിട്ട് അത് വടക്കോട്ട് വ്യാപിച്ചു. ആ വടക്കോട്ട് വ്യാപിക്കാൻ ഇദ്ദേഹത്തിന് കൂട്ടുനിന്ന ഒരു 5 വ്യക്തികളുണ്ട്. അതിലൊരാളായിരുന്നു രാമയ്യൻ ദളവ. ബാക്കിയുള്ള പലരുടെയും പേരുകൾ ഇപ്പോൾ ധൈര്യപൂർവ്വം അവരാരും പറയാറില്ല. ഈ രാമയ്യൻ ദളവയുടെ നേതൃത്വത്തിലാണ് രാമയ്യൻ ദളവ ഒരു തുണിക്കച്ചവടക്കാരൻ്റെ വേഷത്തിൽ മാവേലിക്കര ആ ഭാഗത്തൊക്കെ വന്ന് താമസിച്ചു. അങ്ങനെയാണ് ഈ കായംകുളം രാജ്യത്തിനെക്കുറിച്ച് പഠിക്കുന്നത്. ആ കായംകുളം രാജ്യത്തിൻ്റെ രഹസ്യം ഒന്ന് സ്ത്രീകളുടെ ആധിപത്യമാണ്. അതായത് ബുദ്ധിശക്തിയിലും കായികാഭ്യാസത്തിലും ഒക്കെ ഉയർന്ന നിലയിലുള്ള സ്ത്രീകളായിരുന്നു കായംകുളത്തെ രാജ്യത്തിനെ അഡ്വൈസ് ചെയ്തിരുന്നത്. ഈ സ്ത്രീകളുടെ തിരഞ്ഞെടുക്കപ്പെട്ട സ്ത്രീകളുടെ ഒരു കേന്ദ്രമായിരുന്നു കണ്ടിയൂർ. ഇതൊരു ബുദ്ധവിഹാരമാണെന്നൊക്കെയുള്ള നറേഷൻസ് പലരും കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഇതിന് ബുദ്ധമതമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. അങ്ങനെ ഈ കണ്ടിയൂർ പിടിക്കണം, ശ്രീചക്രം എടുക്കണം. അപ്പോൾ എരുവ കോയിക്കൽ കൊട്ടാരത്തിലെ നിലവറയിലിരുന്ന ശ്രീചക്രം രാമയ്യൻ ദളവ നേരിട്ട് വന്ന് മോഷ്ടിച്ചുകൊണ്ടുപോയി. അതിനുശേഷം നടന്ന ചതിയിലൂടെ നടത്തിയ ഒരു ആക്രമണത്തിൻ്റെ ഫലമായിട്ട് ഈ കായംകുളം എന്ന വേമ്പുലി നാട് തിരുവിതാംകൂറിന് എന്നേക്കുമായി കീഴടങ്ങി. ഇവിടുത്തെ അതുല്യ പ്രതിഭാശാലികളായ നർത്തകികളെ ഒരു പരിഗണനയും, സ്ത്രീയാണെന്നുള്ള പരിഗണന പോലും കൊടുക്കാതെ പിടിച്ചുകൊണ്ടുപോയി ശുചീന്ദ്രത്തെ ബ്രാഹ്മണരുടെ വെപ്പാട്ടികളാക്കുകയും അവിടുത്തെ തെരുവുകളിൽ വിൽക്കുകയും ചെയ്തു. പക്ഷെ അവരാ കലയെ ഉപേക്ഷിച്ചില്ല. അവരതിനെ അവിടെയുള്ള ഒരു പ്രാദേശിക നൃത്തരൂപവുമായിട്ട് സംഗമിപ്പിച്ച് ഇന്നത്തെ മോഹിനിയാട്ടം രൂപപ്പെടുത്തി. പക്ഷേ ആ മോഹിനിയാട്ടത്തിനെ ഇതിൻ്റെ ചരിത്രപരമായ ഔന്നത്യത്തിനെയൊക്കെ കളയുന്ന രീതിയിൽ ഇതിനെ ഒരു ശൃംഗാരത്തിൻ്റെയും ലൈംഗികതയുടെയും ഒക്കെ, കുത്തഴിഞ്ഞ ലൈംഗികതയുടെയും ശൃംഗാരത്തിൻ്റെയും ഒക്കെ വർണ്ണനകളുള്ള മുറുക്കാൻ കടിച്ചെടുക്കുക, വേദിയിലിരിക്കുന്ന ആളുടെ വായിലിരിക്കുന്ന മുറുക്കാൻ കടിച്ചെടുക്കുക, മടിയിൽ കിടക്കുന്ന നാണയം വന്ന് കടിച്ചെടുക്കുക തുടങ്ങിയിട്ടുള്ള അശ്ലീലവും ആഭാസകരവുമായ ചേഷ്ടകളിലൂടെ മാറ്റിയെടുത്തത് അനന്തപുരി നീചൻ എന്നറിയപ്പെടുന്ന ഒരു രാജാവിൻ്റെ കാലത്താണ്. ആ അനന്തപുരി നീചൻ എന്നറിയപ്പെടുന്ന രാജാവ് മറ്റാരുമല്ല, സ്വാതി തിരുനാളാണ്. മോഹിനിയാട്ടത്തിൻ്റെ നാൾ വഴി കഥകൾ ഇതാണ്.